എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാം, ലേൺ ഡിജിറ്റൽ അക്കാഡമി. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതാണ് ക്വിക്ക് മാസ്ക്. അപ്പോൾ ക്വിക്ക് മാസ്ക് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ ലെയർ അൺലോക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ക്യൂ എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് മാസ്ക് മോഡിലോട്ട് പോകും. ഇവിടെ നമുക്ക് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് വേണ്ട ഏരിയ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനൊരു ഹാർഡ് റൗണ്ട് ബ്രഷ് ടൂൾ എടുത്തു. ഓക്കെ, എന്നിട്ട് എനിക്ക് വേണ്ട ഏരിയ ഏതാണോ അത് ഞാൻ സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചില ഏരിയസിൽ ഇതുപോലെ പുറത്തോട്ട് ഞാൻ അറിയാണ്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ബ്രഷ് ടൂൾ എടുക്കാം. എന്നിട്ട് നമുക്ക് വൈറ്റ് കളർ ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇപ്പൊ വൈറ്റ് കളറാണ്. അപ്പോൾ വൈറ്റ് കളർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത ഏരിയാസ് എല്ലാം ഡീസെലക്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് എനിക്ക് ബ്ലാക്ക് കളർ ആക്കണമെങ്കിൽ എക്സ് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, എക്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് കളേഴ്സ് തമ്മിലും നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഈ ഭാഗമാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഭാഗം അനുസരിച്ച് അതിന്റെ സൈസ് നമ്മൾ കൂട്ടും കുറയ്ക്കുകയും ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ സൂം ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഗിറ്റാർ ഫുൾ കളർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് മേലെ ക്വിക്ക് മാസ്ക് മോഡിനകത്ത് കളർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ വീണ്ടും ക്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഭാഗം അല്ലാണ്ട് ബാക്കി എല്ലാം സെലക്ട് ആയിട്ടുണ്ട്. ഈ സെലക്ഷൻ നമുക്ക് ഇൻവേർട്ട് ചെയ്യണം. അതായത് നമുക്ക് ഗിറ്റാർ മാത്രം സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് ഐ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗിറ്റാർ മാത്രമായിരിക്കും സെലക്ട് ആയിരിക്കും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു മാസ്ക് ഇടണം. അപ്പോൾ ലെയറിനകത്ത് ചെന്ന് ലെയർ മാസ്ക് റിവീൽ സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗിറ്റാർ മാത്രമായിരിക്കും വിസിബിൾ ആവുന്നത്. നമ്മൾ പെയിന്റ് ചെയ്ത ഭാഗം ഏതാണോ അത് മാത്രമായിരിക്കും വിസിബിൾ ആവുന്നത്. ഈ ഗിറ്റാർ നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഈ ബെഞ്ചിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഇമേജിനകത്ത് എനിക്ക് ഗിറ്റാർ കൊണ്ടുവരണമെങ്കിൽ ഞാൻ ഈ ലെയർ അൺലോക്ക് ചെയ്തു. എന്നിട്ട് മൂവ് ടൂൾ സെലക്ട് ചെയ്ത് ഞാൻ ഈ ലെയർ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പേസ്റ്റ് ചെയ്യും. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ഗിറ്റാർ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ക്വിക്ക് മാസ്ക് ടൂൾ ഉപയോഗിക്കേണ്ടത്. ഈ ക്ലാസ് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കും. നന്ദി.